മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ വാങ്ങിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് വരികയായിരുന്നു. കാറിൽ കയറിയ സമയത്ത് അവൾ എൻ്റെ എതിരെ വരുന്നുണ്ടായിരുന്നു. സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ അവളുടെ മുഖം നന്നായി കണ്ടതാ. അവൾ എൻ്റെ എതിരെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊക്കെ പേടിച്ചുപോയി. പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ തൊട്ടു മുന്നിൽ അവൾ വന്നു നിന്നു. ഓക്കെ ഓക്കെ ഓക്കെ, നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും. നാഗറാണി നിന്നെ കണ്ടിരുന്നോ? ഇല്ല, അവൾ എന്നെ കണ്ടില്ല. അവൾ അടുത്തെത്തിയപ്പോഴേക്കും ഞാൻ കാറിന്റെ ഗ്ലാസ് കയറ്റിയിരുന്നു. അയ്യോ, എല്ലാം കഴിഞ്ഞു. നമ്മുടെ എല്ലാം കഥ കഴിഞ്ഞു. ആ നാഗറാണി നമ്മളെ സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കില്ല. എന്റെ ദൈവമേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അവളെ പോയെന്ന് തിരഞ്ഞാലോ? വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ അവൾ നമ്മുടെ കൺമുമ്പിൽ വരുമ്പോഴും നമ്മളൊന്നും ചെയ്ത് ചുമ്മാ മിണ്ടാതിരിക്കണമെന്നാണോ? നോക്കടാ, അവള് തന്നെയാണ് നാഗറാണി എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? സാമ്പ, നീ ഒരു കാര്യം ചെയ്യേ. നിനക്ക് പരിപൂർണമായിട്ടും ഭേദമാകുന്നതുവരെ നീ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പുറത്തേക്ക് ഇറങ്ങരുത്. അസുഖം ഭേദമായി കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിക്കാം. അങ്ങനെയല്ല ദിഗ്വിജയ്. എടുത്തു ചാടാൻ നിൽക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേൾക്ക്. എടി, എന്ത് പറ്റി? നീ എന്താ വഴിയിൽ കണ്ണുന്നിട്ടിരിക്കുന്നു? അതെ, എനിക്കെന്തോ വല്ലാതെ ഭയമാകുന്നു. തൃശ്ശൂർ വെളുപ്പിന് ഇറങ്ങി പോയതാ, ഇപ്പോ രാത്രിയായിട്ടും കാണുന്നില്ലല്ലോ. ദേ വരുന്നു മോൻ. നീ പോയി ആരെ എടുത്തിട്ട് വാ. ആ നിക്ക് വന്നല്ലോ. എന്റെ മോനെ കണ്ടില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലിൽ തപസ് ചെയ്ത് നിൽക്കായിരുന്നു നിന്റെ അമ്മ. മധു, വേം വാ. മോനോട് നിൽക്ക്. ആദ്യമായിട്ട് വീട്ടിലേക്ക് കയറുമ്പോ അവളെ ആരതി ഒഴിഞ്ഞു വേണം കയറ്റാൻ. തൃശ്ശൂർ എവിടെയാടാ? എന്റെ മരുമകളെ കാണുന്നില്ലല്ലോ. എന്താ മോനെ, നീ എന്തൊന്നും മിണ്ടാത്തത്? ഓ, നിനക്ക് ഇഷ്ടപ്പെട്ട ആളെ കൂടെ കൂട്ടിയത് ഞങ്ങളെങ്ങനെ മനസ്സിലാക്കിയെന്ന് ഓർത്തിട്ടാ? നീ തന്നെയല്ലേടാ ക്ലൂ തന്നിട്ട് പോയത്. ഇത്രയും ദിവസമായിട്ട് നീ കാത്തിരിക്കുന്നതാ എനിക്ക് ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ. ഇനി എന്താ വേണ്ടേ? ഞങ്ങളുടെ മരുമോളല്ലേ അവള്. മരുമകളെ അവിടെ നിർത്തിയിട്ട് നമ്മൾ ഇവിടെ സംസാരിച്ചിട്ട് എന്താ കാര്യം? വാ, നമുക്ക് അവളെ വിളിച്ചോണ്ട് വരാം. വാ, നമുക്ക് വിളിക്കാം. എന്താ മധു, ഇവിടെ നിന്ന് ആരും കാണുന്നില്ലല്ലോ. മോനെ തൃശൂൽ, എടാ തൃശൂൽ, നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ലേ അവള്? അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞല്ലേ നീ പോയത്? എന്നിട്ടിപ്പോ എടാ നിന്നോടല്ലേ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ സ്നേഹിക്കുന്ന കൊച്ചോ? ഇവിടുത്തെ മരുമകളോ? ഏയ്, നീ എന്താ ഇങ്ങനെ ചിരിക്കുന്നത്? നീ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞത് അവളെ തന്നെയല്ലേ? ഓ, ഞാനൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞതോ? അതാണോ? അത് വിശ്വസിച്ചല്ലേ? അയ്യോ ദൈവമേ. അച്ഛാ, ഞാൻ നമ്മുടെ കൊച്ചുമുതലാളിയുടെ പെണ്ണാരാന്ന് ചോദിച്ചപ്പോ നീ അത് അറിയണ്ട, നിനക്കത് സർപ്രൈസ് ആണെന്ന് പറഞ്ഞിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒരു സർപ്രൈസ് തരാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചതല്ലേ, അത്രേ ഉള്ളൂ. അതൊക്കെ വിശ്വസിച്ച് നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുകയായിരുന്നു അല്ലേ? ഇത് തമാശ പറയേണ്ട കാര്യമെന്നോ തോന്നിയോ? എടാ, നീ ഒരു പെൺകുട്ടി കുട്ടി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് നിന്റെ അമ്മ എന്തൊക്കെ തയ്യാറാക്കി വെച്ചെന്നറിയോ? നിനക്കെന്താ ഇത് വെറും തമാശയായിട്ടാണ് തോന്നുന്നത്? ഓ, സോറി അമ്മേ, സോറി അച്ഛാ. അത് ഞാൻ ചുമ്മാ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ. സത്യം പറഞ്ഞ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നിങ്ങള് വെറുതെ കളിപ്പിക്കാന്ന് കരുതി ഒന്ന് ചെയ്തതാ. വിഷമായി പോയെങ്കിൽ സോറി അച്ഛാ. അയ്യോ അച്ഛൻ വിഷമിക്കാതിരിക്കും. സോറി അച്ഛാ. നോക്ക്, നിങ്ങൾക്ക് വിഷമായി കഴിഞ്ഞാൽ എനിക്കും കരച്ചിൽ വരും, അറിയാലോ. മോനെ വിട്ടേക്ക, ഞങ്ങളെല്ലാം വെറുതെ മോഹിച്ചുപോയി. നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നോർത്ത് നീ വിഷമിക്കേണ്ട. നീ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. അത് മാത്രം ഞങ്ങളുടെ പ്രാർത്ഥന. എനിക്ക് എപ്പോഴും സന്തോഷം മാത്രമേ ഉള്ളൂ അച്ഛാ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾക്കറിയാവുന്നതല്ല,
എനിക്ക് എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ജന്മനാ കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ നീ എന്റെ കൺമുമ്പിൽ കൊണ്ട് നിർത്തിയില്ലേ? ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ നീ കണ്ടുപിടിക്കുന്ന എനിക്കറിയായിരുന്നു. അത് ശിവാനിയാന്ന് നീ അവസാനം കണ്ടുപിടിച്ചല്ലോ. അച്ഛാ, അമ്മ എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക്. ഡാഡി, എന്താണ് മോനെ ത്രിവിക്രമ, ശിവാനിയുമായിട്ട് ചാറ്റിംഗ് ആണോ? ഇല്ല ഡാഡി, അങ്ങനെയൊന്നുമില്ല. നിന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും. ഒന്നുകിൽ നീ ശിവാനിയുമായിട്ട് ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ നോക്കിയിരിക്കും. ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല ഡാഡി. നീ ഒരുപാട് മാറിപ്പോയി മോനെ. നിന്റെ മുഖത്ത് ഒരുപാട് സന്തോഷം കാണുന്നുണ്ട്. എല്ലാം ശിവാനി കാരണം ഡാഡി. മോനെ, ശിവാനിയോട് നമ്മുടെ വീട് വരെ ഒന്ന് വരാൻ പറയണം. എന്തു പറ്റി ഡാഡി? എനിത്തിങ് സീരിയസ്? ഒരല്പം സീരിയസ് തന്നെയാണ്. നീ എന്തായാലും വരാൻ പറ. അല്ല, എന്താന്ന് എന്നോട് കൂടി ഒന്ന് പറഞ്ഞാ. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? അവളോട് മാത്രമായിട്ട് എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. അല്ല ഡാഡി, അവളോട് സംസാരിക്കാൻ മാത്രം ഇപ്പൊ എന്താ കാര്യം? കാര്യങ്ങൾ ഒരുപാടുണ്ടോ മോനെ, അതെല്ലാം നിന്നോട് കൂടി പറയണമെന്നുണ്ടോ? അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ ഓക്കെ ഡാഡി. മറന്നു പോകണ്ട Yeah. ശിവാനിയുടെ കാര്യം. എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആ കൊച്ചുമുതലാളി ഇതെപ്പോഴും ഒന്ന് വന്നിരിക്കും, ഇരിക്കും. ഞാനിരുന്നോളാം, നീ ആ കാര്യം വിട്. നീ എന്താ ഡള്ളായിരിക്കുന്നു? ഡള്ളാണെന്നോ? ഞാനോ? കൊച്ചുമുതലാളി, ലാഫിംഗ് ബുദ്ധ പോലും ചിലപ്പോ ചിരി മറന്നു പോയേക്കും, പക്ഷേ ത്രിശൂൽ മറക്കില്ലത്. ത്രിശൂൽ, നിന്റെ നാക്ക് പറയുന്നതല്ല, നിന്റെ കണ്ണുകൾ എന്നോട് പറയുന്നത്. എന്താ പറ്റേ? ഇല്ല, ഞാൻ ശിവാനിയെ സ്നേഹിക്കുന്ന കാര്യം ഒരു കാരണവശാലും ഇവരൊന്നും അറിയാൻ പാടില്ല. ഇവരുടെ സന്തോഷം ഞാനായിട്ട് നശിപ്പിക്കരുത്. തൃശൂൽ, എന്താണ് നിനക്ക് പറ്റിയേ? നീ എന്താ ഇങ്ങനെയൊക്കെ? എന്റെ കണ്ണെന്താ നിറഞ്ഞിരിക്കുന്നത്? കരഞ്ഞിരിക്കുന്നോ? എന്താ കൊച്ചുമുതലാളി പറയുന്നത്? ഈ നേരത്തെ ഇങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാ എത്ര സമയമായെന്നറിയോ? 11 മണിയായിരുന്നേ. ഈ സമയത്തിന്റെ 2 ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കേണ്ടതാ. എന്നിട്ടിപ്പോ കണ്ണിന്റെ കാര്യമൊക്കെ ചോദിച്ചാ എങ്ങനെയാ? ഞാൻ സത്യത്തിൽ ഉറങ്ങാൻ വേണ്ടി കിടന്നതാ. അപ്പോഴാ ബോസ് കയറി വന്നേ. അത്രേ ഉള്ളോ? ശരി, അവിടെ നിന്ന് നീ എന്താ പറയാതെ പോന്നെ? ഞാൻ എത്ര തവണ നിന്നെ വിളിച്ചു, എന്നിട്ട് നീ നിൽക്കാണ്ടിരുന്ന എന്താ? അത് ബോസ്, പിന്നെ അത് നിങ്ങളെ രണ്ടുപേരെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച് പോകുന്നതാ. നിങ്ങൾക്ക് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവണ്ടെന്ന് കരുതി അവിടുന്ന് പോകുന്നതാ ഞാൻ. തൃശൂൽ, നിനക്കറിയാത്ത എന്ത് സീക്രട്ടാണ് എനിക്കുള്ളത്? എല്ലാ കാര്യവും നിനക്കറിയാവുന്നതല്ലേ? എല്ലാ കാര്യവും എനിക്ക് അറിയാവുന്നതാണ് ബോസ്, ഈ കാര്യം ഒഴിച്ച്. തൃശൂലേ, എനിക്കൊരു ഡൗട്ട്. പറയൂ കൊച്ചുമുതലാളി. ഞാൻ ശിവാനി ഇഷ്ടപ്പെടുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല. വീട്ടിലുള്ള എല്ലാവരും അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ശിവാനിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? എനിക്കൊരു ഡൗട്ട്.
പറയൂ കൊച്ചു മുതലാളി. ഞാൻ ശിവാനി ഇഷ്ടപ്പെടുന്ന കാര്യം നിന്നോട് പറഞ്ഞിട്ടില്ല. വീട്ടിലുള്ള എല്ലാവരും അത് സീക്രട്ടായിട്ട് വെച്ചിരിക്കായിരുന്നു. എന്നിട്ടും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ശിവാനിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അത് സിമ്പിൾ അല്ലേ ബോസ്? നോക്ക്, ഈ നാട്ടില് ബോസ് ആണ് ഏറ്റവും ബെസ്റ്റ്. ബോസിന്റെ ലെവലിന് ബോസിന്റെ സ്റ്റാറ്റസ് അനുസരിച്ച് അതുപോലെ ഈ മനസ്സിലാക്കുന്ന പെണ്ണാരാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് ആർക്കും മനസ്സിലാവുന്നതല്ലേ? അത് ശിവാനി മേഡം ആയിരിക്കുമെന്ന്. നീ പറഞ്ഞ ശരി തന്നെയാ. ഞാനും ശിവാനിയും ബെസ്റ്റ് പേര് തന്നെയല്ലേ? ആ പിന്നെ തൃശ്ശൂൽ, നീ നാളെ രാവിലെ റെഡി ആയിരിക്കണം. നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. രാവിലെയോ? എവിടേക്കാണ് ബോസ്? കൂടുതൽ ചോദ്യമൊന്നും വേണ്ട, നീ രാവിലെ എൻ്റെ കൂടെ വന്നാൽ മതി. Got it? ഓക്കെ, ഗുഡ് നൈറ്റ്. തൃശ്ശൂൽ, എന്നെ ഇത്രയധികം മനസ്സിലാക്കിയത് നീ ഒരാൾ മാത്രമാണ്. യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്. ബൈ. കൊച്ചു മുതലാളി, ഞാൻ ശരിക്കും മനസ്സിലാക്കിയെന്നാ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ബോസിനെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല. അതുപോലെ എൻ്റെ മനസ്സിലെന്താണെന്ന് മറ്റാർക്കും മനസ്സിലാവില്ല. മഹാമായി, അമ്മയുടെ കൊച്ചുമകനും ശിവാനിയും തമ്മിൽ പ്രേമത്തിലായിട്ട് ഇത്രയും ദിവസമായല്ലോ. എന്നിട്ടും ദിഗ്വിജയൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഇതുവരെ വന്നില്ലല്ലോ. പ്രേമം സംഭവിച്ചു എങ്കിലും എല്ലാം പൂർണ്ണമാകണമെന്നില്ല. അവർക്കും സംസാരിക്കാൻ ഒരുപാടുണ്ടാവില്ലേ? ചെയ്ത് തീർക്കാനും ഒരുപാടുണ്ടാവും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ശേഷം അവൻ ഇവിടേക്ക് തന്നെ വരുന്നതായിരിക്കും. മഹാമായി, അതൊന്നുകൊണ്ട് മാത്രം എല്ലാം ആയോ? ദിഗ്വിജയൻ ഈ ബന്ധത്തിന് തയ്യാറല്ലെങ്കിലോ? തയ്യാറാവും. ആ വിശ്വാസം എനിക്കുണ്ട്. ദിഗ്വിജയൻ അമ്മയുടെ വാക്ക് ധിക്കരിച്ചാൽ? സാധ്യമേ അല്ല. ഈ ത്രയംബകന്റെ വാക്കുകൾ ഒരിക്കലും ധിക്കരിക്കില്ല. ഈ ത്രയംബകന്റെ വാക്കുകൾ അവന് വേദവാക്യവാ. ആ കാരണം കൊണ്ടാണ് ഞാൻ ത്രയംബകന്റെ രൂപം സ്വീകരിച്ചത്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യം സാധിക്കാമല്ലേ? തീർച്ചയായും സംഭവിച്ചേ പറ്റൂ. എനിക്ക് ത്രയംബകനായി വേഷം മാറാനുള്ള ശക്തി ഉള്ളതുവരെ ആ ദിഗ്വിജയന്റെ കടിഞ്ഞാൺ എന്റെ ഈ വലം കൈയിൽ ഭദ്രമായി ഉണ്ടായിരിക്കും. എല്ലാ തീരുമാനങ്ങളും എന്റേത് മാത്രമാണ്. അവൻ കേവലം ഒരു നിമിത്തം മാത്രം. കൊച്ചുമുതലാളി, ഇത് എവിടേക്കായി പോകുന്നത്? ഇങ്ങോട്ടേക്ക് ഇരുന്ന് വണ്ടി ഞാൻ ഓടിച്ചോളാന്നേ. നോ തൃശ്ശൂൽ, നിന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഞാനാ. വഴി അറിയാവുന്നത് എനിക്ക്. സോ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തോളാം. അത് ശരിയാ. ബോസിന് എവിടെ ഇരുന്ന് എനിക്ക് വഴി പറഞ്ഞു തരാമല്ലോ. അതിന്റെയും ആവശ്യമില്ല. ഈ ഫോണിൽ റൂട്ട് മാപ്പ് ഇട്ടാൽ മതിയല്ലോ. വണ്ടി ഞാൻ ഓടിക്കാൻ ബോസ്, മാറിയിരിക്കേ. തൃശ്ശൂൽ, ഈ റൂട്ട് ഫോണിലൊന്നും കാണിക്കില്ല. ഇത് ഹൃദയം കാണിക്കുന്ന റൂട്ട്. ഹൃദയം റൂട്ട് കാണിക്കുമെന്നു? എന്തായി പറയുന്നേ ബോസ്? ഇത്രയും കാലം ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്ന കേട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഹാർട്ട് റൂട്ട് കാണിക്കുമെന്ന്. നല്ല തമാശയാണ് എന്തായാലും. സ്നേഹം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം റൂട്ടും കാണിച്ചു തരും. പെട്ടെന്ന് അങ്ങോട്ട് എത്താനും പറ്റും. കൊച്ചുമുതലാളി, എവിടേക്ക് നമ്മൾ പോകുന്നതെന്നെങ്കിലും പറയും എന്നോട്. തൃശ്ശൂൽ, നീ കഴിഞ്ഞ ദിവസം എനിക്കൊരു സർപ്രൈസ് തന്നില്ല. ഇപ്പൊ ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി പോവാ. കൊച്ചുമുതലാളി പ്ലീസ് ഒന്ന് പറയനോട്. നോ മോർ ടോക്ക് തൃശ്ശൂൽ. നീ കുറച്ചൊരു മിണ്ടായിരിക്കും, എല്ലാം മനസ്സിലായിക്കോളും. കൊച്ചുമുതലാളി, ഇത് ഇവിടേക്കാണ് എന്നെ കൊണ്ടുവന്നത്. ഇത് ശിവാനി മേഡത്തിന്റെ വീടല്ലേ? അതെ, ഇവിടെയാണ് നിനക്കുള്ള സർപ്രൈസ്. വാ. എന്തേ വാടാ, നീ അകത്തേക്ക് വാ. ഞാനിവിടെ തന്നെ നിന്നോളാം. ബോസ് പോയിട്ട് പോയോ? തൃശ്ശൂർ, നിനക്കിത് എന്താ പറ്റി? നീ ഇങ്ങനെ പുറത്തേക്കേണ്ട കാര്യം എന്താ ഉള്ളേ? നീ അകത്തേക്ക് വന്നേ. അങ്ങനെ ഒന്നും അല്ല എൻ്റെ കൊച്ചുമുതലാളി. ഞാനെന്തിനും നിങ്ങളുടെ ഇടയിൽ വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഞാനിവിടെ കാറിലിരുന്നോളാം. നിങ്ങൾ പോയിട്ട് പോയോ? നീ നേരത്തെ ശിവാനിയോട് നന്നായിട്ട് സംസാരിക്കാറുള്ള ആളല്ലേ? ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇപ്പോ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് നീ എന്താണ് ഇങ്ങനെ ഒരുമാതിരി സ്ട്രേഞ്ചറെ പോലെ ബിഹേവ് ചെയ്യുന്നത്?
ഇന്നലെ ആണെങ്കിൽ നീ അവിടെ നിന്ന് മിണ്ടാതെ പോയി, ഇപ്പോഴാണെങ്കിൽ നീ വിളിച്ചിട്ട് വരുന്നില്ല. അല്ല, എന്താ നിന്റെ പ്രോബ്ലം എന്താ? അയ്യോ, എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല ബോസ്. നിനക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അല്ലെങ്കിൽ എന്റെ വീട്ടിലുള്ള ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? അതോ ശിവാനി എന്തെങ്കിലും? അയ്യോ, എന്താ പറയുന്ന ബോസ്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നേ. ബോസ് എങ്ങനെ ഓരോന്ന് ആലോചിച്ച് പറയല്ലേ. പിന്നെ എന്താടാ? പിന്നെ എന്തിനാ നീ ഇവിടെ വെറുതെ ഇങ്ങനെ നിൽക്കുന്നേ? വന്ന അകത്തേക്ക് വന്നേ. വാ, വാടാ. കൊച്ചു മുതലാളി. തൃശൂൽ, വാ വാ, നടക്ക നടക്ക് നടക്ക്. ഏയ് തൃശൂൽ, നമുക്ക് ശിവാനിക്ക് ഒരു സർപ്രൈസ് കൊടുത്താലോ? ഒരു കാര്യം ചെയ്യാം, നീ ഫ്രണ്ടിലേക്ക്, ഞാൻ പുറകെ വന്നോളാം. ഓക്കെ? അതൊന്നും വേണ്ട ബോസ്. പറയുന്നേക്ക്. കൊച്ചു മുതലാളി വേണ്ടല്ലേ. സർപ്രൈസ്. അല്ല, ഇതെന്താ ഒരു പരിചയമില്ലാത്തവരെ പോലെ ഇങ്ങനെ നോക്കിയേക്കുന്ന? ശിവാനി, ഞങ്ങളെ അകത്തേക്ക് താൻ വിളിക്കുന്നില്ലേ? അയ്യോ, അകത്തേക്ക് വാ, പ്ലീസ് കം. ഇരിക്കടാ. ഇറ്റ്സ് ഓക്കേ തൃശൂൽ. സോ ഞാൻ എന്തിനാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നറിയോ? എനിക്കൊരു കാര്യം ക്ലാരിഫൈ ചെയ്യാനുണ്ട്. ഞാനും ശിവാനിയും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം നിനക്കെങ്ങനെയാ മനസ്സിലായത്? അത് പിന്നെ ഞാൻ... ശിവാനി, ഇനി താൻ വലുതുവിനോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. താനും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. പിന്നെ എന്റെ വീട്ടുകാർ പറയാൻ ഒരു ചാൻസും ഇല്ല. പിന്നെ എങ്ങനെയാ നീ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്? എങ്ങനെ മനസ്സിലായി? ആര് പറഞ്ഞു? എന്തിനാ ബോസ് അതൊക്കെ? ഇപ്പൊ എന്തിനാ? അതൊന്നും അത്രയ്ക്ക് വിഷയാക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയില്ലല്ലേ? ശിവാനി, താൻ കൂടി ഒന്ന് ചോദിച്ചു നോക്കിയേ. താൻ ചോദിച്ചാൽ ഇപ്പം പറയുമെന്നറിയില്ല, എന്തായാലും ട്രൈ ചെയ്തോ. താനൊന്ന് ചോദിക്കടോ. എങ്ങനെയാ നീ അറിഞ്ഞേ? അതായത് ഈശ്വരൻ പറഞ്ഞു തന്നതാ. വാട്ട്? ഈശ്വരനോ? ചുമ്മാ കോമഡി പറയല്ലേ. ദൈവം വന്നിട്ട് ഞാനും ശിവാനും തമ്മിൽ ഇഷ്ടത്തിലാന്ന് നിന്നോട് പറഞ്ഞു തന്നല്ലേ? ദൈവം നേരിട്ടോന്ന് പറഞ്ഞതല്ല, പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു. നല്ല ആളുകള് എപ്പോഴും നല്ലവരോട് തന്നെയല്ലേ ചേരേണ്ടത്. അത് മനസ്സിലാക്കി തന്നു എനിക്ക്. തൃശൂൽ, നീ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറ. എന്തിനാ വെറുതെ നല്ല മനസ്സ് അത് എന്നൊക്കെ പറയുന്നേ? കൊച്ചു മുതലാളി, ഈ ലോകത്ത് എന്റെ ബോസ് തന്നെ ബെസ്റ്റ്. ആർക്കും അതുപോലെ ആവാൻ ഒരിക്കലും കഴിയില്ലെന്നേ. ബോസിന്റെ നല്ല ക്വാളിറ്റീസ്, നല്ല മനസ്സ്, ആരും അങ്ങനെ ഉണ്ടാവാൻ പോകുന്നേയില്ല. അതുപോലെ തന്നെ മേഡവും. അവരെപ്പോഴും വേറൊരാളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൽപ്പിക്കും. അവർക്കുള്ള ഹെൽപ്പിംഗ് നേച്ചർ, ഇതൊക്കെ നോക്കുമ്പോ നിങ്ങൾ രണ്ടുപേരാ പെർഫെക്റ്റ് മാച്ച്. പിന്നെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു കോമൺ ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും മനസ്സിലുള്ളത് രഹസ്യമായി തന്നെ സൂക്ഷിക്കും. പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു. കഷ്ടപ്പാടോ? അതിനും മാത്രം നീ എന്താ കഷ്ടപ്പെട്ട്? അല്ല, അത്
ബോസിന് മേഡം തന്നെയാണ് നല്ല ജോഡിന്ന് കണ്ടുപിടിക്കാനായിട്ട് കഷ്ടപ്പാടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു വന്നതാ ഞാൻ. നോക്ക് ബോസ്, നിങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് തന്നെയാണെന്നേ. പെർഫെക്റ്റ് ജോഡി. മതി നിർത്ത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണം കേട്ടോ. പിന്നെ ശിവാനി, ഇവനോട് എന്തെങ്കിലും ചോദിച്ചാൽ എപ്പോഴും ഇങ്ങനെ തന്നെ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയും. ശിവാനി, തന്നെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലണമെന്നോ ഡാഡി പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കെന്നാ പോയാലോ? അതെ ശിവാനി, പോയാലോ? ഹേയ്, നീ എന്താണ് അവിടെ നിൽക്കുന്ന? കാറിൽ കയറ്. ഞാനിപ്പോ വരുന്നില്ല ബോസ്, നിങ്ങൾ പോയിട്ട് വായോ. തൃശൂൽ, എന്താണ് ഇങ്ങനത്തെ ഒരു സ്വഭാവം? എനിക്കിത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല തൃശൂൽ. നീ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ശിവാനിയുടെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞപ്പോഴും നീ ഇങ്ങനെയായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴും നീ ഇങ്ങനെ തന്നെയാണോ? വാട്ട് ഹാപ്പൻ ടു യു? എന്താ പറ്റി?